തിയേറ്റർ പൂരപ്പറമ്പാക്കി രാവണപ്രഭു റീ റിലീസ്. മോഹൻലാലിന്റെ മറ്റൊരു റീ റിലീസ് കൂടി കേരളത്തിലെ തിയേറ്ററുകളിൽ പൂരപ്പുറമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ട് റീ റിലീസ് ആയിട്ട് എത്തുന്നത് രാവണപ്രഭു, സ്പടികം, ചോട്ടോമ്പേ പോലെയുള്ള വൻ എന്റർടൈനർ സിനിമകളാണ്. പക്ഷേ മറുഭാഗത്ത് മമ്മൂട്ടി ഫാൻസിന്റെ അവസ്ഥ വളരെ ശോകമെന്ന് തന്നെ പറയാം. രാവണപ്രഭു റീ റിലീസിന് ശേഷം മമ്മൂട്ടിയുടെ അടുത്ത റീ റിലീസ് വരാൻ പോകുന്ന സിനിമ ഏതാണെന്ന് ആൾക്കാർ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാജമാണിക്യമാണോ അതോ ബിഗ് ബി ആണോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അതിന്റെ ഇടയിൽ കൂടെ അമരം 4K കയറി വരുന്നത്. അമരം ഒരിക്കലും ഒരു മോശം സിനിമയല്ല, പക്ഷേ തിയേറ്ററിൽ ആർപ്പ് വിളിച്ച് ആഘോഷമാക്കി കാണാൻ പാകത്തുള്ള ഒരു സിനിമയല്ല അമരം എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടായിരിക്കും രാജമാണിക്യവും ബിഗ് ബി, മായയും പോലുള്ള സിനിമകളൊക്കെ മാറ്റി വെച്ച് അമരവും ആവനാഴിയും അല്ലെങ്കിൽ വടക്കം വിരാതയും പോലത്തുള്ള ക്ലാസ് സിനിമകൾക്ക് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കറിയില്ല. കാരണം അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ തിയേറ്ററിൽ പോയിട്ട് ഇതുപോലെ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഒരു സിനിമ കണ്ട് ആസ്വദിക്കാനായിട്ട്. എന്തായാലും അതിന് അടുത്ത കാലത്തൊന്നും ചാൻസ് കാണുന്നില്ല. എന്തായാലും മമ്മൂട്ടി ഫാൻസ് കംപ്ലീറ്റ്ലി നിരാശ തന്നെയാണ്. മോഹൻലാലിന്റെ ഒരു ക്ലാസ് ചിത്രമായ ദേവദൂതന് തിയേറ്ററിൽ കിട്ടിയ വരവേൽ പോലും മമ്മൂട്ടിയുടെ ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ടുള്ള വലിയേട്ടന് കിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്വീകാര്യതയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എന്തിന് മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പീരിയോഡിക് സിനിമയുള്ള വടക്കം വീരാതെ പോലും തിയേറ്ററുകളിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല. എന്തായാലും മമ്മൂട്ടി സിനിമകളുടെ റീ റിലീസുകൾക്ക് തിയേറ്ററിൽ വലിയ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നുള്ളതൊരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഇതുപോലുള്ള എന്റർടൈൻമെന്റ് സിനിമകൾ മമ്മൂട്ടിയുടേതായിട്ട് റീ റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്താത്തത്? അല്ലെങ്കിൽ മോഹൻലാലിനോളം റിപ്പീറ്റ് വാല്യൂ ഉള്ള കൊമേഴ്ഷ്യൽ എന്റർടൈനേഴ്സ് മമ്മൂട്ടിക്ക് തന്റെ കരിയറിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക.